വെൽക്കം ബാക്ക് ടു സൈലം ലേൺ ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെ ഡോക്ടർ സീരീസിന്റെ ഒരു മൂന്നാമത്തെ പാർട്ടാണ്. അതായത് സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ എന്ന് പറയുന്ന സബ് ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ടോപ്പിക് ആണ്. ഇത് കഴിഞ്ഞിട്ട് ഒരൊറ്റ ടോപ്പിക് കൂടിയേ ഉള്ളൂ. ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ, കാരണം അത്ര മാത്രമേ രണ്ട് ടോപ്പിക്കുകൾ നേരിട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. സോളിഡ്സിൽ രണ്ട് ആൾക്കാരെ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. സോ വീഡിയോയിൽ നിന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യത്തെ രണ്ട് ഭാഗം കണ്ടിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് പോയി കാണുക. ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. സോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സോളിഡ്സ് എന്ന് പറഞ്ഞ ഒട്ടുമിക്ക ആളുകൾക്കും ടഫ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരിക്കും. പക്ഷെ ഞാൻ 100% ഉറപ്പ് പറയുന്നു, ഈ കാണുന്ന 4 വീഡിയോകൾ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഏറ്റവും എളുപ്പമായിട്ട് മറതി യാതൊരു സംശയം വേണ്ട. സോ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ കാണുന്ന ചാപ്റ്ററിലെ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനുള്ള രണ്ട് ടോപ്പിക് ആണ്. അത് സ്ഫിയർ അഥവാ ഗോളമാണ്, ഹെമിസ്ഫിയർ അഥവാ അർദ്ധഗോളമാണ്. ഇത് രണ്ടുമാണ് നിങ്ങൾ പഠിക്കാനുള്ളത്. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തോ. നിങ്ങൾ ഒരു വത്തക്ക ആലോചിച്ചാൽ മതി. ഒരു വത്തക്കക്ക് ഒരേ ഒരു സർഫസ് ഏരിയ ഉണ്ടാവുള്ളൂ. അതാ ഉപരിതല പരപ്പളവ് ഒറ്റ ഒന്നേ ഉണ്ടാവുള്ളൂ. അതായത് അതിന്റെ സമവാക്യം എന്ന് പറയുന്നത് ഉപരിതല പരപ്പളവ് ദാറ്റ് ഈസ് ഈക്വൽ ടു 4πr² ആണ്. ഈ കാണുന്നതും ഇതിന്റെ റേഡിയസ് ആണ്. ഇങ്ങനെ താഴോട്ട് വന്നാലും ഇതിന്റെ റേഡിയസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ആ ചിത്രം ഇങ്ങനെയാണ് വരച്ചതെങ്കിൽ ഇതും അതിന്റെ റേഡിയസ് ആണ്, ഇതും അതിന്റെ റേഡിയസ് ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇതിൽ വേറെ ട്രയാങ്കിളും കാര്യങ്ങളും ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ലാഹോർ പോലെയോ ലായും ഇലായും പോലെയോ ഒന്നും പഠിക്കാനില്ല. ആകെ ഈ ഒരു ഇക്വേഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. ഇതില് സർഫസ് ഏരിയ വരുമ്പോൾ πr² ആണ് എങ്കിൽ അതിന്റെ വ്യാപ്തം അഥവാ വോള്യം വരുമ്പോൾ πr³ ആണ്. സോ 4/3πr³. ഇത് തന്നെ വെച്ചുകൊണ്ടാണ് നമുക്ക് എന്തിലേക്ക് ഹെമിസ്ഫിയറിലേക്ക് വരുന്നത്. ഇപ്പൊ ഒരു വത്തക്ക, ആ വത്തക്ക എന്ന് പറയുന്നത് പച്ച ഭാഗം മാത്രമാണ് പുറത്തുണ്ടാവുക. അത് ടോട്ടലായിട്ട് ഒറ്റ സർഫസ് ഏരിയ ഉള്ളൂ. ആ വത്തക്കനെ ഞാൻ കറക്റ്റ് പകുതി ആക്കി കഴിഞ്ഞാൽ നമുക്ക് പച്ച ഭാഗവും കിട്ടും, അതിന്റെ പുറമെ മുകൾ ഭാഗത്ത് ചുവന്ന ഭാഗങ്ങളും വരും. അപ്പൊ 2 സർഫസ് ഏരിയ അവിടെ വരുന്നു. അത് ഹെമിസ്ഫിയറിൽ 2 സർഫസ് ഏരിയ ഉണ്ട്. എന്നാൽ പച്ച ഭാഗമുള്ള കേവ്ഡ് സർഫസ് ഏരിയ അഥവാ വക്രതല പരപ്പളവ് നമുക്കറിയാം. ഈ കാണുന്ന മുഴുവൻ 4πr² ആണെങ്കിൽ കറക്റ്റ് ഇതിന്റെ പകുതി എത്ര ഉണ്ടാവുള്ളൂ? 2πr². അതാണ് കേവ്ഡ് സർഫസ് ഏരിയ അഥവാ 2πr². അതിനോട് ആ കാണുന്ന വത്തക്കന്റെ ചുവന്ന ഭാഗം കൂടി വരുമ്പോൾ അത് സർക്കിൾ ഷേപ്പ് ഉണ്ടാവുക. അതിനാണ് ബേസ് ഏരിയ അഥവാ പാദ പരപ്പളവ് എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി ചേർന്നാണ് എന്തുണ്ടാവുന്നത്? ടോട്ടൽ ഉപരിതല പരപ്പളവ് എന്ന് കേട്ടോ. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഉപരിതല പരപ്പളവ് 3πr². അപ്പോൾ ഇതിൽ വരുന്നത്, ഇതിലിപ്പം 50 ലിറ്റർ വെള്ളം കൊള്ളുമെങ്കിൽ നമുക്ക് ഇതൊരു പാത്രമാണെങ്കിൽ 50 ലിറ്റർ ഉള്ളെങ്കിൽ അതിന്റെ പകുതിയുള്ള 25 ലിറ്ററേ കൊള്ളുള്ളൂ. അപ്പോൾ 4/3 ആണെങ്കിൽ ഇത് 2/3 ആയിരിക്കും ഇതിന്റെ ആൻസർ വരാം. അത് 4/3πr³ ഡിവൈഡഡ് ബൈ അതിന്റെ പകുതി. അപ്പൊ നമുക്കറിയാം ഇതിങ്ങനെ എഴുതുമ്പോൾ ഏറ്റവും അടിയുള്ള 1 ഏറ്റവും മേലോട്ടും ഇത് പഠിക്കുമ്പോൾ 4ഉം 2ഉം പറ്റിക്കും. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതോടുകൂടി ചാപ്റ്റർ മുഴുവൻ പഠിച്ചു കഴിഞ്ഞു പ്രിയപ്പെട്ട മക്കളെ. സോ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് എന്തൊക്കെ ചോദ്യങ്ങൾ വരാം മക്കളെ? ഈ കാണുന്ന ചോദ്യം ഏറ്റവും കൂടുതൽ വരുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടാണ്. ഇൻഡയറക്റ്റ് മീൻസ് മറ്റ് ടോപ്പിക്കായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ കാണുന്ന ടോപ്പിക്കിന് കൂടുതലും ചോദ്യം വരാറുള്ളത്. പക്ഷേ ഇത് ഡയറക്റ്റ് ആയിട്ടും ഒരു 3-4 ക്വസ്റ്റ്യൻസ് നമ്മളൊരു 5-6 വർഷം മുമ്പുള്ള ചോദ്യ പേപ്പർ മുതൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. സോ അത്തരത്തിലുള്ള ചോദ്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ മുഴുവനായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു പ്രിയപ്പെട്ട മക്കളെ. സോ ഏറ്റവും ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. അപ്പൊ എത്ര ഉള്ളൂ? ഈ കാണുന്നതിന്റെ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവ് 4πr², ഇത് 3πr². മാറിപ്പോരുത്. അതായത് 2πr² + πr², 3πr² ആണ് മാറിപ്പോരുത്. വ്യാപ്തം 4/3πr³ ആണെങ്കിൽ വ്യാപ്തം 2/3πr³. സെറ്റ് അല്ലേ? സോ എല്ലാവരും ശ്രദ്ധിക്കാം പ്രിയപ്പെട്ട മക്കളെ. ഈ കാണുന്ന ചോദ്യം ഞാൻ 4 മാർക്ക് ഒരിക്കൽ പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ക്യൂബ് ഓഫ് സൈഡ് 6 cm. ഒരു ക്യൂബ് ഉണ്ട്. ഒരു ക്യൂബ് നമുക്കറിയാം. ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക. ഓക്കെ, ആ ക്യൂബിന്റെ ഉള്ളിൽ കറക്റ്റ് എക്സാക്ട് ആയിട്ട് എന്തുണ്ട്? ഒരു സ്ഫിയർ ഉണ്ട്. എക്സാക്ട് ആയിട്ട് എന്തുണ്ട്? ഒരു സ്ഫിയർ ഇതിനുള്ളിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നുണ്ട്. കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ അതിന് വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദി സ്ഫിയർ? സ്ഫിയറിന്റെ വോളിയം എന്ത്? അപ്പൊ ഞാൻ ഈ കാണുന്ന ചിത്രത്തെ ഇങ്ങനെ കാണിക്കുന്നതിന് പകരം കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പെട്ടെന്ന് കത്തും. ക്യൂബിന്റെ ഉള്ളിൽ സ്ഫിയർ ഉണ്ട്. ക്യൂബിന്റെ ഉള്ളിൽ സ്ഫിയർ ഉണ്ട്. കറക്റ്റ് ചെയ്യുമ്പോൾ തൊട്ടിങ്ങനെ കണ്ടോ? ഇങ്ങനല്ലേ ഉണ്ടാവുക? ഒരു ക്യൂബിന്റെ അകത്തൊരു സ്ഫിയർ എന്നാൽ ഇങ്ങനെ ഉണ്ടാവുക. ആ ക്യൂബിന്റെ സൈഡ് 6 cm ആണ്. ക്യൂബിന്റെ സൈഡ് എത്രയാണ്? 6 cm ആണ്. എങ്കിൽ ഇതിന്റെ ഡയമീറ്റർ എത്രയ്ക്കടാ? 6 തന്നെ ആയിരിക്കും അല്ലേ? ഇതിന്റെ റേഡിയസോ? ആ ഒരു ഐഡിയ കിട്ടിയാൽ മതി. റേഡിയസ് എത്രയാണ്? 3 ആണ്. ദ ലാർജസ്റ്റ് സ്ഫിയർ ഈസ് കർവ്ഡ് ഔട്ട്. ഇതിൽ നമ്മൾ ലാർജസ്റ്റ് സ്ഫിയർ എന്താക്കാണ്? ചെത്തിയെടുക്കാണ്. അതായത് ഈ ക്യൂബിനകത്ത് നിന്നും ഏറ്റവും വലിയ സ്ഫിയർ നമ്മൾ എന്താക്കുന്നു? ചെത്തിയെടുക്കുന്നു. അപ്പൊ ഒരു ക്യൂബായിട്ട് കിട്ടും. അതായത് ഈ കാണുന്ന സൈഡ് തന്നെ ആയിരിക്കും, ഇതന്നെ ആയിരിക്കും ഡയമീറ്റർ ആയിട്ട് വരാം.
അപ്പൊ അതിന്റെ വോള്യൂം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ, വ്യാപ്തം എത്ര, ദാറ്റ് ഈസ് 4/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ ക്യൂബിന് നമുക്ക് 3 × 3 × 3 എന്ന് എഴുതാം. ഇതാണ് ആർ ക്യൂബ്. സോ ഒരു 3 വെട്ടി 3 × 3 9, 9 × 4 9 36 പൈ. സെന്റിമീറ്ററിലാണ് തന്നെങ്കിൽ സെന്റിമീറ്റർ ക്യൂബ്, മീറ്ററിലാണ് തന്നെങ്കിൽ മീറ്റർ ക്യൂബ്. ഓക്കെ ആണോ? ഇനി ഇതേ ചോദ്യം ഇങ്ങനെ വന്നു. ദിസ് സ്ഫിയർ ഈസ് കട്ട് ഇൻടു 2 ഈക്വൽ ഹാഫ്സ്. ഇത് നമ്മൾ ഒരു ക്യൂബ് നമ്മൾ 2 ഈക്വൽ ഹെമിസ്ഫിയർ ആക്കി, അർദ്ധ ഗോളങ്ങളാക്കി. വാട്ട് ഈസ് ദ വോളിയം ഓഫ് 1 ഹെമിസ്ഫിയർ? ഇതിന്റെ ഒരു വോളിയം എത്ര? ഇതിൽ എത്ര കൊള്ളൂ? അതിന്റെ പകുതി ഇതിൽ കൊള്ളുള്ളൂ. ഇത്ര ഫുൾ മാർക്കാ. ഇതേ ചോദ്യം എന്റെ മനസ്സിൽ നിന്ന് ഒരു ചോദ്യം പറയാണ്, നിങ്ങളോട് ചോദിക്കുകയാണ് ഇതിന്റെ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവ് എത്ര വെച്ചാൽ എന്താ ഇതാ 4πr². ദാറ്റ് ഈസ് 4 × π × r² എന്ന് പറഞ്ഞാൽ 3². 3 × 3 9 × 4 36 പൈ തന്നെ കിട്ടും. 36 പൈ സെന്റിമീറ്റർ ക്യൂബ്. നിങ്ങളോട് ചോദിക്കുകയാണ് ഹെമിസ്ഫിയർ, ഇതിനെ 2 കഷ്ണാക്കി ഹെമിസ്ഫിയർ എങ്കിൽ അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവ് എത്രയ്ക്കും? 3πr² ആണ്. എത്രയാണ്? 3πr². നേരെ പകുതി അല്ല വരാം. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. സോ 3 × π × 3 × 3 എത്ര കിട്ടും? 27 പൈ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഐഡിയ വരിക. അപ്പൊ രണ്ടുകൂടി കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചോദ്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ചോദ്യം ഇതേ ടോപ്പിക്കിൽ നിന്ന് എങ്ങനെയാണ് വന്നത് നോക്കാം. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രസകരമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ഡയമീറ്റേഴ്സ് ഓഫ് 2 സ്ഫിയേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 1:2. അപ്പൊ നമുക്ക് മനസ്സിലായി രണ്ടിന്റെ റേഡിയസ് ഡിഫറന്റ് ആണ്. അപ്പൊ ഡിഫറന്റ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ ഇതാ ഒന്നാമത്തെ ഡയമീറ്ററും രണ്ടാമത്തെ ഡയമീറ്ററും D1:D2 ഈക്വൽ ടു 1:2. രണ്ട് ഗോളങ്ങളുടെ സ്ഫിയറിന്റെ ഡയമീറ്റർ തമ്മിലുള്ള അഥവാ വ്യാസങ്ങൾ തമ്മിലുള്ള അംശം 1:2 ആണെങ്കിൽ ആരങ്ങൾ തമ്മിലുള്ള റേഷ്യോ എത്ര? നമുക്കറിയാം റേഡിയസ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2 റേഡിയസ് ആണ്. ഡയമീറ്റർ എന്നാൽ 2 റേഡിയസ് ആണ്. ഈക്വൽ ടു 1:2. മക്കളെ അറിയാത്ത ആളുകൾ എഴുതി വെച്ചോളൂ. ഈക്വൽ ടു ആണെങ്കിലും ഈസ്റ്റു ആണെങ്കിലും ഒരേപോലെയുള്ള നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടാം. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, വെട്ടാം. സോ നമുക്ക് എന്ത് മനസ്സിലായി? R1:R2 ഈക്വൽ ടു എത്ര തന്നെയാണ്? 1:2 ആണ്. ഫോർ എക്സാമ്പിൾ ഒരു സർക്കിളിന്റെ റേഡിയസ് 10 സെന്റിമീറ്ററും വേറെ സർക്കിളിന്റെ റേഡിയസ് 20 സെന്റിമീറ്ററും. അപ്പൊ അതിന്റെ വ്യാസം തമ്മിലുള്ള റേഡിയസ് എത്രയായിരിക്കും? 20ഉം 40 അല്ലേ? പക്ഷെ രണ്ടും എന്തിനാണ്? 1:2 ആണ്. അപ്പോ ഡയമീറ്ററിന്റെ റേഷ്യോ എത്രയാണോ അത് തന്നെയല്ലേ റേഡിയസിന് വരിക. വ്യാസത്തിന്റെ അംശബന്ധം തന്നെ ആയിരിക്കും എന്തിനു വരുന്നത്? റേഡിയസിന് വരുന്നത്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അത് ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദർ സർഫസ് ഏരിയാസ്. ഇതിന്റെ ഉപരിതല പരപ്പളവ് തമ്മിലുള്ള. അപ്പൊ നമുക്കൊരു ഉപരിതല പരപ്പളവ് തന്നെ എന്താ? ബി ക്വസ്റ്റ്യൻ. 4πr1² ഈസ് ടു 4πr2². ഒരേപോലൊക്കെ വെട്ടാന്ന് ഞാൻ പറഞ്ഞു. 4ഉം 4ഉം വെട്ടാം, പൈയും വെട്ടാം. R1² എന്ന് പറഞ്ഞാൽ 1², R2² എന്നാൽ 2². അപ്പൊ ഇത് നമ്മളെ റേഷ്യോ എത്ര? 1:4. സിമ്പിൾ. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആട്ടോ. നന്നായിട്ട് ശ്രദ്ധിക്കാം. അടുത്തൊരു ചോദ്യം നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. ഇഫ് ദ സർഫസ് ഏരിയ ഓഫ് ദി ഫസ്റ്റ് സ്ഫിയർ ഈസ് 10 സ്ക്വയർ സെന്റിമീറ്റർ, ഒന്നാമത്തേത് 10 സ്ക്വയർ സെന്റിമീറ്റർ ആണ് എങ്കിൽ രണ്ടാമത്തേത് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ റേഷ്യോ വരുന്നത് 1:4 ആ. 1ന്റെ സ്ഥാനത്ത് 10 വന്നാൽ 4 സ്ഥാനത്ത് എത്ര വരും? 40 പൈ സെന്റിമീറ്റർ സ്ക്വയർ. റോളിന്റെ ആൻസർ. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടാ? 5 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് കിട്ടും കേട്ടോ. നന്നായിട്ട് ശ്രദ്ധിക്കുക. 10 സ്ക്വയർ സെന്റിമീറ്റർ 4 വന്നേ. 10 പൈ ഉണ്ട് കേട്ടോ. 10 പൈ ഉണ്ട്. 10 പൈ. ഓക്കെ, ഒന്നാമത്തെ 10 പൈ ആണെങ്കിൽ രണ്ടാമത്തെ 40 പൈ ആയിരിക്കും. ഓക്കെ, ഇനി ഇതേ ചോദ്യം വേണമെങ്കിൽ എന്റെ വക പറയാണ് ഇതിന്റെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള റേഷ്യോ എത്ര? V1:V2. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ 4/3 പൈ R1³ ഈസ് ടു 4/3 പൈ R2³. 4/3 വെട്ടാം, പൈ വെട്ടാം. R1³ ഈസ് ടു R2³. 1³ ഈസ് ടു 2³. സോ 1³ പറഞ്ഞാൽ 1, 2³ പറഞ്ഞാൽ 8. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും ഒന്നാമത്തെ വ്യാപ്തം 10 പൈ സെന്റിമീറ്റർ ക്യൂബ് ആണെങ്കിൽ രണ്ടാമത്തെ വ്യാപ്തം എത്ര? 80 പൈ സെന്റിമീറ്റർ ക്യൂബ്. സാധാ പോലെ ക്വസ്റ്റ്യൻ. ഇത് അഡീഷണൽ ആയിട്ട് ഞാൻ ചോദിച്ചു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, സോ ഐഡിയ ക്ലിയർ ആണെന്ന പ്രതീക്ഷയോടുകൂടി മക്കളെ, നല്ലൊരു ടോപ്പിക് ആണ്, അതുകൊണ്ട് മിസ്സാക്കരുത്. ഡയറക്റ്റ് ആയിട്ട് മെയിൻ ആയിട്ട് ഇത്രയും കാര്യത്തിലും 3 ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ട് വന്നത്. സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻ കൂടി നോക്കിയോ. The radius of a solid sphere is 6 cm and find its volume and surface area. ഒരു സ്ഫിയറിന്റെ റേഡിയസ് എത്രയാണ്? 6 ആണ്. അതിന് നമ്മൾ എന്താക്കുന്നു? അങ്ങനെയാണെങ്കിൽ അതിന്റെ വോള്യൂം എത്ര? 4/3 പൈ R³. 6 ആണെങ്കിൽ 3 × 3 × 3 നമ്മൾ ഓൾറെഡി ചെയ്തു തോന്നുന്നു. 36 പൈ സെന്റിമീറ്റർ ക്യൂബ്. സർഫസ് ഏരിയയോ
ഉപരിതല പരപ്പളവ് 4πr². 3 into 3. That is also same. That is also 36 by centimeter square. Okay. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ഇറ്റ് ഈസ് കട്ട് ഇൻ ടു 2 equal halves. ഇത് നമ്മൾ കറക്റ്റ് രണ്ടാക്കി മാറ്റുന്നു. ഒന്നിതും. വാട്ട് ഇസ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഈച്ച് ഹെമിസ്ഫിയർ? വാട്ട് ഇസ് ദ വോളിയം ഓഫ് ഹെമിസ്ഫിയർ? ഇത് നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. ഈ കാണുന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യുക മക്കളെ. ഇതോടുകൂടി നമ്മുടെ സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പക്ഷെ ഒരു പാർട്ടും കൂടി നിങ്ങൾക്ക് തരും. ആ പാർട്ടിൽ കിണ്ണം കാച്ചിയ കീട്ടിലെ 5 മാർക്കിന്റെ ചോദ്യങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക. എല്ലാ ടോപ്പിക്കും കണക്ട് ചെയ്തുകൊണ്ടും, നിങ്ങൾക്കറിയാം ഒരുപാട് ഷേപ്പുകൾ കണക്ട് ചെയ്തുകൊണ്ടും, ടെന്റ് ഉണ്ടാക്കുന്നതും, ഒരു രൂപക്ക് അല്ലെങ്കിൽ ഇത്ര രൂപക്ക് ഇത്ര ലിറ്റർ എന്നൊക്കെ പറഞ്ഞുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കാണാനുണ്ട്. അങ്ങനത്തെ കിട്ടിലും ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് ഒരു പാർട്ട് കൂടി ചാപ്റ്റർ എടുക്കേണ്ടതുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾ കണ്ടു എന്ന പ്രതീക്ഷയോടുകൂടി കേവലം 1.5 മണിക്കൂർ കൊണ്ട് മാക്സിമം നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ എല്ലാ 10ാം ക്ലാസ്സിലെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവുക. ഒരു പേടിയും പേടിക്കണ്ട. 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. മാത്സിൽ പ്രത്യേകമായിട്ട്. സോ ഹാർഡ് വർക്ക് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. അപ്പം എന്റെ പേരറിയാത്ത ആളുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. എപ്പോഴെങ്കിലൊക്കെ കാണുമ്പോൾ നമുക്ക് പറയാമല്ലേ, ഷാഹിദ് റംസാൻ എന്നാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ബൈ.